ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണം എന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ആ, അവര് ബുദ്ധിമാന്മാരാ. അടിയെല്ലാം താൻ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോഴേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സാപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബം കലക്കുന്നാടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സാപ്പ് ചെയ്തത്. അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം, ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ, അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയാ മറുപടി. മൗനമാണ് സാറേ നല്ലത്. ആ, എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബ അവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. അതെ, കണ്ടാ പറയില്ല. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. പരിഗണന അങ്കിളിന് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിള് ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അതവരുടെ മക്കൾ പേരെടുക്കുമല്ലോ. അതെ അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ അങ്കിള് ഭാഗ്യവാനാണ്. അയ്യോ, നിന്റെയൊക്കെ നാക്കില്ലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി. അത് തന്നെ. A weight hanger is attached to the lower end of the spring. The spring is brought to the elastic mode by loading at the... ഇവന്മാരെന്റെ വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ? ചോദിക്കേ. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കൈ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ പണി കൊടുക്കണം. ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട. ഒന്ന് പോടൂ. ഓ, ശരി, കാണാം. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. നാളത്തെ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്കെന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. എടാ, ഇതൊക്കെ റോൺ സാർ വെച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തടാ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഐഡിയ ഒപ്പിക്ക്. ഇത് തന്നെയാണ് ഞാനും പറയണത്. മൗനം വിധാന ഭൂഷണാണ് പണ്ടാറിന്റെ. ഓ, എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ. സോപ്ലാനും നോക്കണ്ട, ക്രിക്കറ്റ് കളി കണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? മരപ്പെട്ടി നിന്റെ തന്ത. നീ ആരാടാ? അവന്റെ കുറെ തലതെറിച്ച കൂട്ടുകാര്. മോൻ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ല്. എന്താ മനുഷ്യ, എന്താ?
ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി തരാം. തിരക്കിലായിരുന്നു. പിന്നെ തിരക്കും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് എനിക്കറിയാം. തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ആ വരുമോ? എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഏയ് ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീയാണ് അവനെ വഷളാക്കുന്നത്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനം അതോ വീട്ടുകാർ സമ്മാനം? തനിക്കുള്ള ഉടൻ ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ടി വരും. ഈ കോഞ്ചറിങ് കണ്ട ഇല്ല, കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് പടം ഇഷ്ടമല്ലേ? ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോട് എന്തിടാ? ഉച്ചര എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? ആളെ പട്ടി നോക്കറ. അല്ലേ എന്ത് പറ്റി പറ്റി? എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? വരട്ട തന്ന കാരണം പ്ലാനെല്ലാം പാളിടാ. പൊട്ടി പാളിച്ചായി. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞോ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ആ ഓറാക്കിങ് ആണോ? ഇല്ല, അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാ. പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെങ്കിൽ പറ. പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് കിട്ടും. ഇത് നീ തന്നെ വെച്ചോ. അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നു. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ലാതെ. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ വരുന്നുണ്ട്. അയാളുണ്ട്. എന്താ കാണിക്കുന്നത്? കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. നീയല്ലേ കൊളാക്കോ? അറിയാൻ പറല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പിയാ. നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല. വേറെ ലെവലാണ്. മതി പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ?
അകത്തും പുറത്തൊക്കെ ആയിട്ട് 6 ഉണ്ട്. അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചോ? ഫ്രഷാ. ദാ, കാണോ? അല്ലേ എന്തായി ഇതായി എന്താ പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം ഇതടാ പ്ലാൻ ബി പണ്ടം വരെ പുറത്തു ചാവും. പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കുറച്ച്